ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് കാശ്മീരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ട്രെയിന് കയറിയിട്ട് നമ്മൾ കാശ്മീർ പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഞാൻ രാത്രിയാണ് ട്രെയിന് കയറിയത് കൊണ്ട് തന്നെ നമുക്ക് അപ്പോഴത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വിശദമായിട്ട് പറയാം. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ജമ്മു കാശ്മീരിലെ കത്ര വരെ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം, അതായത് വെള്ളിയാഴ്ച നമുക്ക് കേരളത്തിൽ നിന്ന് ജമ്മുവിലെ കത്ര വരെ നമുക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുണ്ട്. നൈറ്റാണ് നമ്മൾ നമ്മുടെ ഇവിടേക്ക് എത്തുമ്പം നൈറ്റാവും. അപ്പോൾ നൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച നമുക്ക്, അതായത് വെള്ളിയാഴ്ച കയറി കഴിഞ്ഞാൽ തിങ്കളാഴ്ച നമുക്ക് എവിടെ എത്തും? ജമ്മു കത്രയിൽ എത്തുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ കയറി 2 ദിവസത്തെ യാത്രയും കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ എന്താ പറയുക, ഫുഡ് മാത്രം ഇത്തിരി മോശമാണ് കേട്ടോ. അപ്പം നമുക്ക് കാശ്മീരിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചപ്പാത്തി അതുപോലെ തന്നെ ചിക്കൻ ചില്ലിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര അത്രയും നമുക്കത്ര ബോറടിയൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എന്തായിരിക്കും കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു പ്രശ്നമല്ല കേട്ടോ. 2 ദിവസത്തെ യാത്ര ബോറാണെങ്കിലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോറടിയൊക്കെ മാറും കേട്ടോ. കാരണം എന്താ പറയുക, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമല്ലേ നമ്മുടെ കാശ്മീരും അതുപോലെ തന്നെ ശ്രീനഗറൊക്കെ. പിന്നെ അതുപോലെ സോൻമർഗ്, അതുപോലെ തന്നെ നമ്മുടെ ആ സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നമ്മൾ ഈ 2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഒരുപാട് പൈസ ഒന്നും ആവില്ല കേട്ടോ. ട്രെയിനിനൊക്കെ ഒരു 10,000 രൂപേൻ്റെ ഉള്ളിലൊക്കെ ഉള്ളു വരിക. പിന്നെ നമ്മൾ അവിടുത്തെ ഇതും ഒക്കെ കുറവാണ് കേട്ടോ. സംഭവം നമുക്ക് ഫുഡാണ് നമുക്കൊരു വിഷയം വരിക. അപ്പോൾ ഈ 2 ദിവസം നമ്മൾ ഈ ട്രെയിനത്തൊക്കെ ഫുഡൊക്കെ ഭയങ്കര ഇതാവുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഫുഡിൻ്റെ ക്യാഷും കൂടി നമുക്ക് ലാഭമായിരിക്കും. മനസ്സിലായോ? പിന്നെ അവിടെ ചെന്നാലും നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ കിട്ടും. അതായത് ഈ പാക്കേജിലുണ്ടാവും നമ്മുടെ നാട്ടിൻ്റെ ഫുഡ് തന്നെക്കാരം. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് 4 ദിവസം അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ കാഴ്ച കാണാനുള്ളൊരിത് കൊണ്ട് നമ്മൾ പോകുന്നതാണല്ലോ, ഫുഡല്ലല്ലോ പ്രശ്നം. പിന്നെന്താ, അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തുന്നത് ഇവിടെ ഇറങ്ങും, കത്രയിൽ ഇറങ്ങും. പിന്നെ കത്രയിൽ നിന്നാണ് പിന്നെ നമുക്ക് ശ്രീനഗർക്ക് വന്ദേ ഭാരതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കത്ര വരെ നമുക്ക് ഈ ട്രെയിൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കത്രയിൽ ഇറങ്ങിയിട്ട് നമ്മൾ വന്ദേ ഭാരതിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് കുറച്ച് നേരം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിടും, അപ്പോൾ എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പോലീസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള വന്ദേ ഭാരത്, അതായത് നമുക്ക് ശ്രീനഗർക്ക് പോകാനുള്ള വന്ദേ ഭാരത് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് ഇപ്പോൾ സമയം എന്തായെന്ന് വെച്ചാൽ 3:30 ആയിട്ടുണ്ട്. നമുക്ക് 6:45 അവിടെ എത്തും, 6:30 അവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിലേ കിട്ടും. അപ്പോൾ ഇവിടെ നിർത്തിയിടും, കുറച്ച് നേരം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ കയറാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി തുടങ്ങിയപ്പോൾ നമുക്കും കയറാനുള്ളത് നമുക്ക് സീറ്റ് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ നല്ല അല്ലൂസൊക്കെ വന്ദേ ഭാരത് കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം നമ്മൾ കയറാൻ പോവാണ്. തിരക്കൊന്നുമില്ല കേട്ടോ, തിരക്ക് ഇവിടുന്ന് ആവുകൊണ്ട് തിരക്കില്ല. അപ്പോൾ നമ്മൾ ആക്കും പോലെ കയറിയാൽ മതി. ഇപ്പം അതൊക്കെ കയറിയിട്ട് നമ്മൾ സീറ്റൊക്കെ ഉണ്ട് കണ്ടോ, സീറ്റെല്ലാം ഒഴിഞ്ഞ് കിടക്കുന്നത് നമ്മൾ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സീറ്റിലേക്ക് പോവാണ്. അപ്പം നമ്മളങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. നമ്മളെ സീറ്റിൽ അങ്ങനെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ സീറ്റിൽ കണ്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച അടിപൊളിയാണ്.
അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഈ നമ്മൾ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെ സക്സസ് ആവുമെന്ന് നമുക്ക് തോന്നുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചയാണ്. അതായത് ജമ്മു താവി തൊട്ടിട്ട് ശ്രീനഗർ വരെയുള്ള ട്രെയിൻ യാത്ര അടിപൊളിയാണ്. മനസ്സിലായില്ലേ? അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ 1 രൂപ ഓടും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്ക് കാഴ്ചയിലൂടെ നമുക്ക് എന്താവും, നമുക്ക് മുതലാവും. മനസ്സിലായില്ലേ? അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളും എടുത്ത് നമുക്ക് എത്ര എടുത്താലും തികയില്ല. വീഡിയോ എടുക്കുമ്പോൾ തോന്നും വീഡിയോ എടുക്കണ്ട, നമുക്കിത് കാഴ്ചകൾ കാണാമല്ലോ എന്ന്. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലോസ് പിന്നെ ട്രെയിനിൽ നിന്ന് കിട്ടിയ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചായക്ക് ഒരു പാൽപ്പൊടിയുടെ ചെറിയൊരു പാക്കറ്റും ഷുഗറിൻ്റെ ചെറിയൊരു പാക്കറ്റും ഒക്കെ തരും. അപ്പോൾ അതൊന്നും അവനെടുക്കാൻ അയക്കാതെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന പരിപാടിയിൽ അങ്ങനെ നിന്നുപോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വീടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീറ്റാണ് കേട്ടോ. ഷീറ്റും മരമൊക്കെയാണ്. മുകളിൽ നമ്മുടെ നമ്മളൊക്കെ വീടിന് ഇറക്കിയൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു ഷീറ്റ് ഉപയോഗിക്കില്ലേ, തകരത്തിൻ്റെ ഷീറ്റ്, അതുപോലത്തെ ഷീറ്റുകളാണ് കേട്ടോ ഇവിടെ വീടുകൾ. അത് തണുപ്പ് കൺട്രോൾ ചെയ്യാനാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഞാനൊരു എല്ലാ വീടും ടെറസ് വീടിനേക്കാളും കൂടുതൽ കണ്ടത് ഷീറ്റിട്ട വീടുകളാണ്. ചുമരൊക്കെ നല്ല കട്ടിയുള്ള ചുമരും നമ്മുടെയൊക്കെ നാട്ടിലത്തെ ചുമര് പോലൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നത് വാർപ്പല്ല, ഷീറ്റാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ പാലത്തിൻ്റെ മുകളിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് അത്രയും ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് അധികം ട്രെയിനിൻ്റെ ഉള്ളത്തെ വീഡിയോ എടുക്കാതെ ഞാൻ പുറത്തെ വീഡിയോ കേട്ടോ കൂടുതലും ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതായത് 1 കിലോമീറ്റർ പോലും തികച്ചില്ലാതെ അപ്പം തന്നെ നമ്മളെ ടണലുകളാണ് കേട്ടോ. അപ്പോൾ അത്രയും ഹിൽസിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ, എന്താണെന്നാ പറയുക, സ്വർഗം എന്നൊക്കെ തന്നെ പറയാം. അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്താനായി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.